ജയറാമേട്ടൻ എനിക്ക് വീണ്ടും ഭർത്താവായി. മാധുരിയുടെ മകൾ എനിക്ക് മകളായി. ആ സന്തോഷം എന്നേക്ക് നീണ്ടു നിൽക്കുമെന്ന് ഞാൻ കൊതിച്ചു. പക്ഷെ സ്നേഹം തന്ന് ചേർത്ത് പിടിച്ച് വീണ്ടും എന്നെ ചതിച്ചു കളഞ്ഞില്ലേ? അങ്ങനെ ഒരു ഭാഗ്യം വിധിച്ചിട്ടില്ലെന്ന് കരുതി ഒതുങ്ങിക്കൂടാം മനസ്സിനെ പാകപ്പെടുത്തുമ്പോ ഇപ്പൊ ഇതും. ഇനി വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും ജയറാമേട്ട? ഈ പ്രായത്തില്, അതും ജയറാമേട്ടന്റെ മരണശേഷം. ജയറാമേട്ടനൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷങ്ങളായത്. ഏത് മലമുകളിൽ നിന്നും വിളിച്ചു പറയുമായിരുന്നു, എന്റെ ജയറാമേട്ടന്റെ ജീവന്റെ ഒരു അംശം എന്റെ വയറ്റില് തുടിക്കുന്നുണ്ടെന്ന്. ആരുടെ എതിർപ്പിനെയും ഞാൻ സധൈര്യം അതിജീവിച്ചേന്. ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ഉത്തരം തേടായിരുന്നു. ഇതിപ്പോ എന്നെ ഒറ്റയ്ക്കാക്കി പോയി കളഞ്ഞില്ലേ ജയറാമേട്ട? നമ്മുടെ രണ്ടുപേരുടെയും സന്തോഷങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും വില എന്റെ വയറ്റിൽ തുടിച്ചുകൊണ്ടിരിക്കുന്ന. എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ വയ്യ. ജയറാമേട്ടൻ ഒരു മറുപടി പറ. ഏത് ലോകത്തിരുന്നായാലും ജയറാമേട്ടൻ ഇതിനൊരു മറുപടി പറഞ്ഞേ തീരൂ. ഒരുപാട് സ്നേഹിച്ച് ചേർത്ത് നിർത്തി അവസാനം മരണം കൊണ്ട് എന്നെ ചതിച്ചില്ലേ? എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എന്നെ ചതിച്ചില്ലേ ജയറാമേട്ട? എന്നെ ചേർത്ത് നിർത്തി എന്റെ കുഞ്ഞിന്റെ അമ്മയായതെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയേണ്ടതിന് പകരം എന്നെ ഒറ്റയ്ക്കാക്കി വിട്ട് ചതിച്ചില്ലേ നിങ്ങള്? തകർത്ത് കളഞ്ഞില്ല എന്റെ ജീവിതം. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തലയുയർത്തി നിന്ന് മറുപടി പറയാൻ പറ്റാത്ത വിധം ജയറാമേട്ടന്റെ കുഞ്ഞിന്റെ അമ്മയാണ് ഞാനെന്ന് ഉറക്കെ വിളിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എന്നെ തള്ളിവിട്ടില്ലേ? ഒന്നും മുഴുമിപ്പിക്കാതെ, ഒരു സന്തോഷങ്ങളും പങ്കുവയ്ക്കാൻ നിൽക്കാതെ. എന്തിനാ എന്നെ മോളെ, ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്കണം. മോളുടെ അച്ഛൻ, എന്റെ ജയറാമേട്ടൻ, നമ്മളെ വിട്ടു പോയിട്ട് ഒരു മാസമാവുന്നു. ഞാനിപ്പോ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ ഈ വീട്ടില് പലരുടെയും ചൂണ്ടുവിരൽ എന്റെ നേരെ ഉയരും. നീ സന്തോഷമായിട്ട് കരുതുന്ന കാര്യം
ഇവിടെ പലർക്കും നാണക്കേടായിട്ടേ തോന്നൂ. അതെന്തിനാ? അച്ഛൻ പോയപ്പോ മുത്തശ്ശിക്ക് ഓർക്കാനും ഓമനിക്കാനും ഒരു കുഞ്ഞിനെയും കൂടി കൊടുത്തായിട്ടല്ലേ മുത്തശ്ശി കരുതൂ. മുത്തശ്ശിയുടെ സന്തോഷം എന്തായിരിക്കും? മോളെ, നീ പ്രതീക്ഷിക്കുന്നത് അതായിരിക്കും. പക്ഷെ അതിന്റെ ഫലം എതിരായാലോ? ചെമ്പകമംഗലത്തിന് ഞാൻ നാണക്കേട് വരുത്തി വെച്ചെന്ന് ആരെങ്കിലും പറഞ്ഞാലോ? ഇതൊക്കെ അമ്മയുടെ ഒരു തോന്നലാ. അങ്ങനെയൊന്നും ആരും പറയില്ല. ഞാനിത് എല്ലാരോടും പറയാൻ പോവാ. മോളെ, അരുത്. ഈ കാര്യം പറഞ്ഞ് ആരൊക്കെ നാണം കെടുത്താൻ നോക്കിയാലും ഞാൻ സഹിച്ചോന്ന് വരും. പക്ഷേ എന്റെ ജയരാമേട്ടനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ മോള് പോയി ഇപ്പൊ എല്ലാവരോടും പറയരുത്. അമ്മയോട് ഒരു തരിക്ക്